എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ കണ്ണു തുറക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവൾ കണ്ണു തുറക്കുന്നതും അവളുടെ അച്ഛനെ കാണും. അവൾക്ക് നല്ല സന്തോഷമാവും. അവൾ അച്ഛനടുത്ത് ചോദിക്കും, അച്ഛൻ എന്നെ പറ്റി ഓർമ്മയുണ്ടായിരുന്നു, എത്ര നാളായി എൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജൂണിനെ കാണിക്കും. അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലിരുന്നിട്ട് അവൻ്റെ ഈ ഭൂമിയിലുള്ള അവസാനത്തെ ഒരു മാസം എന്നും പറഞ്ഞിട്ട് ഡയറി കുറിപ്പ് എഴുതുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ പോലീസ് ഓഫീസേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവൻ പറയും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാം തുറന്നു പറയാനാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സംസാരിച്ചാലോ എന്നും ചോദിച്ചിട്ട് അവനാണെങ്കിൽ പോലീസുകാരെയും കൊണ്ട് ഒരു കഫേയിലായിട്ട് വരും. എന്നിട്ട് നമ്മുടെ ജൂൺ അവിടെ തുറന്നു പറയാൻ തുടങ്ങും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ യഥാർത്ഥത്തിൽ അന്ന് ഷിപ്പിലുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ ചോദിക്കും, നീ എങ്ങനെയാണ് അതേസമയം തന്നെ ഫ്ലാറ്റിലും വന്നത്? അപ്പോൾ നമ്മുടെ ജൂൺ പറയും, എനിക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, ഞാൻ എൻ്റെ സീക്രട്സ് ആരുടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് അന്ന് ഇതൊന്ന് സമ്മതിച്ച് തരാഞ്ഞത് എന്ന്. ആക്ച്വലി ഞാൻ എന്നാൽ ആ ഷിപ്പിലായിട്ട് വന്ന സമയത്ത് യഥാർത്ഥ കൊലയാളി സംസാരിക്കുന്ന കേട്ടായിരുന്നു, അവനാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ പോലീസുകാർ ചോദിക്കും, ആരാണ് അദ്ദേഹം എന്ന്. അപ്പോൾ നമ്മുടെ ജൂൺ പറയും, അത് വേറെ ആരുമല്ല, ജേക്യോങ്ങിൻ്റെ ചേട്ടൻ തന്നെയാണ് എന്ന്. അപ്പോൾ പോലീസുകാർ ചോദിക്കും, അതിന് നിൻ്റെ കയ്യിൽ വല്ല പ്രൂഫും ഉണ്ടോ? അപ്പോൾ നമ്മളുടെ ജൂൺ പറയും, എൻ്റെ കയ്യിലൊരു പെൻഡ്രൈവ് ഉണ്ട്, ഇതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലും ഉണ്ട്, നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിനകത്ത് അതിനുള്ള പ്രൂഫൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കൊരു കാര്യം കൺഫേം ആവും, യൂറയും ജേക്യോങ്ങിൻ്റെ ചേട്ടനും തമ്മിൽ അഫെയർ നടക്കുമായിരുന്നു എന്ന്, അതല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറയും. എന്തായിരുന്നാലും നിങ്ങൾ ഇത് വെച്ചിട്ട് അന്വേഷണം തുടങ്ങിക്കോ, എനിക്ക് എന്തായിരുന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം മാത്രമേ ഉള്ളൂ, ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോങ്ങിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മളുടെ സോങ് ആണെങ്കിൽ ആരുടെയോ കോളിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട് ചോദിക്കും, നീ ആ ഏലിയൻ ചെറുക്കന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? അവന് നിന്നെ ഇഷ്ടമല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, നിന്നെ വെറുക്കുന്നു എന്നല്ലേ അവൻ പറഞ്ഞത്? എന്നാൽ നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് നന്നായിട്ടറിയാം അവൻ എന്നെ വെറുക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മളുടെ സോങ്ങിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങും, നീ എന്തിനാണ് നിന്നെ തന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ആ ജേക്യോങ്ങിനെ നോക്ക്, അവൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരാ പോയത്. ഇത്രയും നല്ലൊരു സ്നേഹം നിനക്കിനി വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല, നീ അവനെ പറ്റി ആലോചിക്കാത്തത് എന്താ? ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിനാണെങ്കിൽ നല്ല സങ്കടം വരും. അവൾ അങ്ങനെ വേഗം തന്നെ ജേക്യോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ വരുമ്പോൾ ജേക്യോങ്ങിൻ്റെ അമ്മയുണ്ടായിരുന്നു. ഇവളെ കാണുന്നതും അവർ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോവും. നമ്മളുടെ സോങ് ആയിരുന്നാലും അവിടെ നിൽക്കുമ്പോൾ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സോങ് ചോദിക്കും, ഞാൻ ഡിറ്റക്റ്റീവുമാരത്ത് നിങ്ങളുടെയും അതേപോലെ യൂറയുടെയും അഫെയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിറ്റക്റ്റീവ്സ് നിങ്ങളെ ശല്യം ചെയ്യാൻ വല്ലതും വന്നായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ നമ്മുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ പറയും, എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി, എങ്കിലും ഇപ്പോൾ അത് വലിയ കുഴപ്പമില്ല എന്ന്. അപ്പോൾ നമ്മളുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇക്കാര്യം ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പം നമ്മളുടെ സോങ് പറയും, ഞാൻ പറഞ്ഞായിരുന്നു, അത് ജൂണിൻ്റെ അടുത്താണ് എന്ന്. നമ്മുടെ സോങ് ആയിരുന്നാലും ജേക്യോങ്ങിനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടാണെങ്കിൽ അവൾ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറയും, ഇവനില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോയേനെ എന്ന്. അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ ആ ഒരു റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും ആരോ ഒരാൾ ഒളിച്ചു നിന്നിട്ട് ഇവളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോങ്ങിൻ്റെ അമ്മേനെയാണ്. അമ്മയാണെങ്കിൽ ഏതൊരാളിനെ വിളിച്ചിട്ട് പറയും, ഇനിയിപ്പോൾ എന്തായിരുന്നാലും ആ എഗ്രിമെൻറ്റ് നടക്കത്തില്ല, നിങ്ങളത് ക്യാൻസൽ ചെയ്തേരെ, ഞാൻ ആ ക്യാഷൊക്കെ തിരിച്ചു തരാം എന്ന്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത്, ഇനിയിപ്പോൾ ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അഥവാ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 മടങ്ങ് പൈസ തരണം എന്നൊക്കെയാണ്. അതേസമയം തന്നെ നമ്മളുടെ ജൂണിനെയും ജൂണിൻ്റെ ഫ്രണ്ടിനെയും കാണിക്കും. ഫ്രണ്ടാണെങ്കിൽ അവിടെ നമ്മളുടെ ജൂണെടുത്ത് ചോദിക്കും, നിങ്ങൾ സോങ്ങിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നോ? അവളുടെ എൻഗേജ്മെൻ്റ് ആണെന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നതെന്ന്. എന്നാൽ നമ്മളുടെ ജൂൺ പറയാൻ തുടങ്ങും, അങ്ങനെയൊന്നുമില്ല, അവളും ജേക്യോങ്ങും നല്ല ഫ്രണ്ട്സാണ്, അവർ ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന്. എന്നാൽ നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയും, അതൊക്കെ പണ്ടാണ്, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഒരാണിനും പെണ്ണും അങ്ങനെ എപ്പോഴും ഫ്രണ്ട്സായിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ജൂണിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ പറയും, അങ്ങനെയൊന്നും ഇല്ല എന്ന്. എന്നാൽ നമ്മുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയുന്നത്, ഇവിടെ നമ്മളുടെ സോങ്ങിൻ്റെ ജീവൻ രക്ഷിച്ചതേ ജേക്യോങ് ആണ്, അപ്പോൾ അവൾക്ക് അവനോടുള്ള ഫീലിങ്സിൽ എന്തായിരുന്നാലും ചേഞ്ച് വന്നു കാണുമെന്ന്. അങ്ങനെ നമ്മുടെ ജൂൺ ആണെങ്കിൽ വന്നിട്ട് ലാപ്ടോപ്പൊക്കെ ഓണാക്കി ഓൺലൈനിൽ ആൾക്കാരുടെ കമൻറ്റിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ തുടങ്ങും, അവർ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന്. എന്നവൻ ഈ കമൻറ്റ് എല്ലാം കൊടുത്ത് നമ്മളുടെ ജൂണ് നല്ല ദേഷ്യം വന്നിട്ട് അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് അവിടെ കയറി കിടക്കും. അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവന് ജലസ് അടിച്ചിട്ട് അവൻ നമ്മളുടെ സോങ്ങിന് മെസ്സേജ് അയക്കാൻ വേണ്ടി ഫോൺ എടുക്കും. അവൻ കുറേ മെസ്സേജ് അയച്ചിട്ട് അവൻ അതെല്ലാം അപ്പോഴും തന്നെ ക്ലിയർ ആക്കി കളയുകയും ചെയ്യും. എന്നാൽ അവസാനം ഇവൻ ഐ മിസ് യു അയക്കുന്നത് അബദ്ധത്തിൽ അതങ്ങ് സെൻഡായി പോകും. നമ്മുടെ ജൂണാണെങ്കിൽ എന്ത് വേണമെന്ന് അറിയത്തില്ലായിരുന്നു. അവൻ വേഗം തന്നെ നമ്മളുടെ സോങ്ങിൻ്റെ അടുത്തായിട്ട് വരും. സോങ് ആയിരുന്നാലും മെസ്സേജിൻ്റെ ട്യൂൺ കേൾക്കുന്നതും അവൾ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാൻ വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ അവിടെ വന്നിട്ട് ടൈം അങ്ങ് സ്റ്റോപ്പാക്കി വയ്ക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവളുടെ ഫോൺ എടുത്ത് അത് ഡിലീറ്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. എന്നാൽ ഇവനാണെങ്കിൽ പാസ്വേഡ് തെറ്റായിട്ട് അടിച്ചതിൻ്റെ പേരിൽ സോങ്ങിൻ്റെ ഫോണാണെങ്കിൽ ലോക്കായി പോവും. നമ്മുടെ ജൂൺ മൊത്തത്തിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നോക്കുമ്പോൾ നമ്മുടെ സോങ്ങിൻ്റെ മുടിയിലായിട്ട് എന്തോ ഇരിക്കുന്നു. വേഗം തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ അതെടുക്കാനായിട്ട് അവളുടെ മുടിയിൽ അങ്ങോട്ട് പിടിക്കുന്നതും ടൈം ആണെങ്കിൽ വീണ്ടും അങ്ങ് നോർമലാവും. നമ്മുടെ സോങ് ആയിരുന്നാലും ഇത് കണ്ടിട്ട് ഭയങ്കര ഷോക്കായിരുന്നു. അവളാണെങ്കിൽ
ആണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ ജൂണിന്റെ കയ്യിലായിട്ടൊരു അടിയും വെച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ചോദിക്കും, നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പൊ നമ്മുടെ സോങ് പറയും, നീ ഇവിടെ എന്തെടുക്കാന്ന് പറയാം, നീ എന്തിനാ ഇവിടെ വന്നത്? ഉടനെ തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ പറയാം, അതൊന്നുമില്ല, ഞാൻ നിന്റെ വിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് നോക്കുമ്പോൾ അവളുടെ ഫോൺ ആണെങ്കിൽ ജൂണിന്റെ കയ്യിലായിട്ട് ഇരിക്കുകയായിരുന്നില്ലേ. അപ്പൊ അവള് ചോദിക്കും, എന്റെ ഫോൺ എന്തിനാ നീ വെച്ചേക്കുന്നത്? ഞാൻ മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ, മര്യാദക്ക് എന്റെ ഫോൺ എന്റെ കയ്യിൽ തരാൻ പറഞ്ഞിട്ട് അവൾ ആ ഫോൺ അങ്ങ് വാങ്ങിക്കും. അവളങ്ങനെ ആ ഫോണിന്റെ പാസ്വേഡ് അങ്ങോട്ട് അടിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ വീണ്ടും ടൈം സ്റ്റോപ്പ് ചെയ്തിട്ട് വേഗം തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ആ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ആയി കളയും. എന്നിട്ട് അവളുടെ കയ്യിൽ തിരിച്ച് അതേപോലെ വെച്ചിട്ട് ടൈം അങ്ങ് നേരെയാക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് നോക്കുമ്പോൾ അതിനകത്ത് മെസ്സേജ് ഒന്നുമില്ല. അപ്പോൾ അവൾ പറയും, ഇതിലുണ്ടായിരുന്ന മെസ്സേജ് എവിടെ പോയി? അപ്പോൾ നമ്മളുടെ ജൂൺ പറയും, ചിലപ്പോൾ മെസ്സേജ് വന്നിട്ടില്ലെങ്കിലോ. അപ്പോൾ നമ്മളുടെ സോങ് പറയും, നിന്റെ ഫോൺ ഇങ്ങനെ ആരെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടും, എൻ്റെ ഫോണിൽ ആരും നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോകും. അപ്പോൾ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ചോദിക്കും, അല്ല ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാൻ വന്നതാ, നീ ആണെങ്കിൽ ജെയ്ക്കോങ്ങിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല, നീ സൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ സൈൻ ചെയ്തത്? അത് ചെയ്യണ്ട. ഉടനെ തന്നെ നമ്മുടെ സോങ് ചോദിക്കും, അല്ല ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ജെയ്ക്കോങ്ങിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? നീ എന്താ എൻ്റെ വീട്ടിൽ വീണ്ടും ക്യാമറ വെച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മളുടെ ജൂൺ പറയും, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ചില സമയത്തൊക്കെ നീ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ് അങ്ങ് ഭയങ്കര ഷോക്കാവും. അവൾ ചോദിക്കും, ഞാൻ പറയുന്ന എല്ലാം നീ കേൾക്കുമോ? അപ്പോൾ നിനക്ക് ഭിത്തി കൂടി ഓപ്പോസിറ്റ് നടക്കുന്ന കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ജൂൺ പറയും, എനിക്ക് അതിനൊന്നും പറ്റത്തില്ല, ഞാൻ ചില സമയത്ത് മാത്രമേ കേൾക്കാറുള്ളൂ, അതും നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ എന്നും. അപ്പോൾ നമ്മളുടെ സോങ് പറയും, ഇനിയിപ്പോൾ നീ അങ്ങനെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് തലേനെ എടുത്ത് അവൻ്റെ മുഖത്തായിട്ട് ഒറ്റരടിയും വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂൺ ഭയങ്കര ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യും. അവൻ പറയും, ഇത്രയും നാളും ആരും എൻ്റെ അടുത്ത് ഇതേപോലെ സംസാരിച്ചിട്ടില്ല എന്ന്. എന്നാൽ നമ്മളുടെ സോങ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആകത്തില്ല, അവനെ വേഗം തന്നെ അവിടെ നിന്ന് പുറത്താക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജെയ്ക്കോങ്ങിനെയാണ്. അവൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു, എങ്കിലും അവൻ ഇതുവരെ ബോധം വന്നിട്ടില്ല. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ടെൻഷൻ അടിച്ച് അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കും. അപ്പോൾ ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ പറയും, നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഞാൻ ഇവൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജൂൺ വരും. ജൂൺ വന്നിട്ട് ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും, നീ സോങ്ങുമായിട്ട് ഏതെങ്കിലും കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തോ എന്ന്. അപ്പോൾ ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ പറയും, അതെ, ഇനി അവളുടെ ഷെഡ്യൂളെല്ലാം തീരുമാനിക്കുന്നത് ഞാനായിരിക്കും എന്ന്. അപ്പോൾ നമ്മുടെ ജൂൺ പറയും, മര്യാദയ്ക്ക് അവളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോക്കോ, നീ എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് തുറന്നു പറയുന്നതായിരിക്കും നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അനിയനും നിന്നെ വെറുക്കും, അതേപോലെ തന്നെ സോങ്ങിനും എല്ലാ സത്യവും മനസ്സിലാവും, അവളുടെ ജീവിതം ഇങ്ങനെ ആവാൻ റീസണേ നീ തന്നെയല്ലേ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ പറയും, അല്ല സത്യം പുറത്തു വന്നാൽ അത് നിനക്കും പ്രശ്നം തന്നെയാണ്, നീ ആരാണെന്ന് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവും, നമുക്ക് രണ്ടുപേർക്കും ഒരു ഡീല് വെച്ചാലോ, നിന്റെ ശക്തിയുടെ കുറച്ച് പവേഴ്സ് എനിക്കിതാ, അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ നീ പറയുന്നത് പോലെ എല്ലാം കേൾക്കാമെന്ന് ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ പറയും. എന്നാൽ നമ്മുടെ ജൂൺ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവനങ്ങനെ വീട്ടിൽ വരും. അവനാണെങ്കിൽ വീട്ടിൽ വരുന്നതും അവൻ്റെ മൈൻഡിൽ മൊത്തം നമ്മളുടെ ജൂണും അതേപോലെ ജെയ്ക്കോങ്ങും ആയിരുന്നു. അവർ രണ്ടുപേരും കിടന്ന് റൊമാൻസ് ചെയ്യുന്നതൊക്കെയാണ് ഇവൻ്റെ മൈൻഡിൽ കൂടി പോകുന്നത്. ഇവൻ അതേപോലെയൊക്കെ ഇമാജിൻ ചെയ്യുകയും ചെയ്യും. നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോങ്ങിനാണെങ്കിൽ ഡിസ്ചാർജ് കിട്ടുന്നതാണ്. അവൾ അങ്ങനെ വേഗം തന്നെ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവളുടെ അച്ഛൻ അവിടേക്ക് വരും. അച്ഛനെ കാണുന്ന നമ്മുടെ സോങ് പറയും, ഇനി അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് പോവുകയൊന്നും ചെയ്യരുത്, ഞങ്ങളെ കാണാൻ വേണ്ടി കൂടെ കൂടെ വരണോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ അമ്മ വരും. അവർ ചോദിക്കും, നീ നാളെ തൊട്ട് ഷൂട്ടിങ്ങിന് പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മളുടെ സോങ് ആണെങ്കിൽ അതേ എന്നും പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോങ് അവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അവൾ അവളുടെ അമ്മേനെ വിളിക്കും. അപ്പോൾ അമ്മ പറയും, മോളെ നീ പുറത്തോട്ട് വാ, ഞാൻ എന്തായിരുന്നാലും നിന്നെ പിക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അറേഞ്ച് ആക്കാമെന്ന്. കറക്റ്റ് ആ സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മുടെ ജൂൺ വരും. അവൻ വന്നിട്ട് നമ്മുടെ സോങ്ങിൻ്റെ അടുത്ത് പറയും, ഇനി എന്തായിരുന്നാലും നീ ആ ജെയ്ക്കോങ്ങിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനതെല്ലാം പറഞ്ഞ് ഡീലാക്കിയിട്ടുണ്ട്, ആ കോൺട്രാക്ട് തന്നെ വേണ്ടാന്ന് വെപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ് വയ്ക്കും, അല്ല അത് ചെയ്യാൻ നീ ആരാ, നീ എന്തിനാ എനിക്ക് പകരമായിട്ട് തീരുമാനം എടുക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും. എന്നാൽ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവളെ വിളിച്ചുകൊണ്ട് വേഗം തന്നെ കാറിലായിട്ട് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കയറ്റും. ഇവിടെയായിട്ട് നമ്മുടെ സോങ് നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എൻ്റെ ആരാണ്, നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒരു ബന്ധം ഇല്ലാന്നും പറഞ്ഞിട്ട് അവളവിടെ ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കും. ഉടനെ തന്നെ നമ്മളുടെ ജൂൺ പറയും, നീ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണം, ഞാൻ നിന്നെക്കാട്ടി എത്ര വയസ്സിന് മൂത്തയാണെന്ന് അറിയാവോ, ഇനി മുതൽ ഞാൻ നിൻ്റെ മാനേജർ ആയിക്കോളാം. അപ്പോൾ നമ്മളുടെ സോങ് ചോദിക്കാൻ തുടങ്ങും, ഓഹോ നീ എൻ്റെ മാനേജർ ആവാന്നല്ലേ, അല്ല നിനക്ക് പ്രതിഫലമായിട്ട് എന്താ വേണമെന്നേ, രക്തമാണോ അതോ മിന്നലാണോ വേണമെന്നേ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജൂൺ പറയും, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും മൈൻഡാക്കാൻ പോകുന്നതായിരിക്കത്തില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ സോങ് നല്ല ഇറിറ്റേറ്റഡ് ആയിരുന്നു. അവളാണെങ്കിൽ ചോദിക്കും, ഓ ഞാൻ എൻ്റെ പൊസിഷനിലോട്ട് തിരിച്ചു വരാൻ പോകുന്നതും കണ്ടിട്ടായിരിക്കും നീ എൻ്റെ മാനേജർ ആവാൻ തീരുമാനിച്ചത്, നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നേ, നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ ഇവരാണെങ്കിൽ സെറ്റിലായിട്ട് വരും. ഇവിടെയായിട്ട് നമ്മളുടെ സോങ് പറയും, ഞാൻ എൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് പോവുക എന്ന്. എന്നാൽ നമ്മുടെ ജൂൺ ഇവളുടെ കൂടെ വരാനൊരുങ്ങും. അപ്പോൾ സോങ് പറയും, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. അപ്പോൾ നമ്മുടെ ജൂൺ പറയും, നീ എങ്കിൽ പിന്നെ നിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന്. എന്നാൽ നമ്മുടെ സോങ് പറയും, എനിക്ക് തനിയെ വീട്ടിലോട്ട് വരാനറിയാം,
അങ്ങനെ അവൾ നടന്നു പോകുന്നതും അവിടെയായിട്ട് സിമിനെ കാണും. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ജേക്യോങ്ങിനെ കാരണമാണ് ഞാൻ നിന്നെ വെറുത്തത് മൊത്തം. ഇപ്പോൾ എനിക്ക് നിന്നെ വെറുക്കാനുള്ള ഒരു റീസൺ പോലും ഇല്ലാണ്ടായി. ജേക്യോങ് എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞൊതുക്കി. അവനിപ്പോൾ എൻ്റെ ഫ്രണ്ട് ആവാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പണ്ട് തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടമില്ല, ഞാൻ റീസണും ജേക്യോങ് തന്നെയാണ്. അവൻ നിന്നെ ഒരിക്കലും വെറുക്കാൻ പോകുന്നില്ല. നീ ഇനി അവൻ്റെ ഇഷ്ടം വേണ്ടാന്ന് വെച്ചാലും അവൻ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ നമ്മുടെ സിമി പറയും. ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോകും. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മളുടെ ജൂണും കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജേക്യോങ്ങിനെയാണ്. അവനാണെങ്കിൽ കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവന് നേരത്തെ ബോധം വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ സോങ്ങും അതേപോലെ ജേക്യോങ്ങിന്റെ ചേട്ടനൊക്കെ സംസാരിച്ചില്ലേ, അതേപോലെ ജേക്യോങ്ങിന്റെ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജൂൺ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവർ സംസാരിച്ച എല്ലാം അവൻ കേൾക്കും. അതേസമയം തന്നെ നമ്മളുടെ ജേക്യോങ്ങിന്റെ ചേട്ടനായിരുന്നാലും പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. പോലീസുകാരാണ് ഇവനെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇതറിയുന്നതും ജേക്യോങ്ങിന്റെ ചേട്ടൻ്റെ അച്ഛനില്ലേ, അയാൾ വേഗം തന്നെ ടെൻഷനായിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിനെയാണ്. അവളാണെങ്കിൽ സെറ്റിലായിട്ട് കിടന്നങ്ങ് ഉറങ്ങും. കാര്യം അവളുടെ സീൻ വരാൻ ഇനിയും കുറേ സമയം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ സെറ്റിലായിട്ട് നമ്മളുടെ സിമിയുടെ സീനെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഡയറക്ടർ ആണെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് അടുത്ത് പറയും, സോങ്ങിൻ്റെ അടുത്ത് എന്നിട്ട് പറയണം അവളുടെ സീൻ ഇനി നാളെ ഷൂട്ടിങ് കാണത്തുള്ളൂ എന്ന്. നമ്മളുടെ സോങ് ആണെങ്കിൽ നല്ലതുപോലെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ രാത്രി കണ്ണുറന്ന് നോക്കുന്നത് അവിടെ എങ്ങും ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. അവളങ്ങ് നല്ലതുപോലെ പേടിച്ചു. പെട്ടെന്ന് തന്നെ അവളിങ്ങനെ നടന്നു വരുന്നേ വീഴാനായിട്ട് വരുമ്പോൾ നമ്മളുടെ ജൂൺ കയറി അവളെ എങ്ങ് പിടിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് ചോദിക്കും, അല്ല നീ ഇവിടെ എന്തെടുക്കുവാണ്? അപ്പോൾ നമ്മളുടെ ജൂൺ പറയും, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും, നീ തന്നെയല്ലേ പറഞ്ഞത് നമ്മൾ രണ്ടൊരു സെറ്റ് ആവത്തില്ല, നമ്മൾ രണ്ടൊരു ഒന്നിക്കാനേ പാടില്ല, നിനക്ക് എൻ്റെ ഫേസ് കാണുന്നത് ദേഷ്യമായെന്ന്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നടന്നങ്ങ് പോകും. എന്നിട്ട് അവൾ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, അല്ല നീ പറഞ്ഞു തന്നെ ഞാൻ മറ്റേ പെങ്കൊച്ചിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണെന്നല്ലേ, പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നത്? എങ്കിൽ പിന്നെ നീ കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് തന്നെ നിന്നെ കാരണം തന്നെയാണ്, എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യങ്ങ് നടന്നു പോകും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജൂണിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം നല്ലതുപോലെ അങ്ങ് ഓൺ ആക്കും. നമ്മുടെ സോങ്ങിനൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ ഇവളെ അങ്ങ് അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് അവളെ അങ്ങ് അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് അവൻ പറയും, ഇത്തവണ ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ അവൾക്കൊരു കിസ് അങ്ങ് കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി നടക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണിനെ നോക്കുമ്പോൾ അവനവിടെ തറയിലായിട്ട് ബോധം കെട്ടി വീണ് കിടക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ സോങ് ആണെങ്കിൽ ഇവനെ കൊണ്ടുവന്ന് കാറിലായിട്ട് പിടിച്ചങ്ങിരുത്തും. അവിടെ നമ്മളുടെ ജൂണിനാണെങ്കിൽ നല്ല വയ്യായിരുന്നു. അവൻ വേഗം തന്നെ നമ്മളുടെ സോങ്ങിന്റെ തോളിനായിട്ട് തല ചായച്ച് കിടന്നുറങ്ങാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിനെ കൊണ്ടുവന്ന് അവന്റെ റൂമിലുള്ള കട്ടിലായിട്ട് കിടത്തും. എന്നിട്ട് അവള് പറയും, എന്നാലും നോക്കിയാണ് ഇവൻ ഏത് ലോകത്തു നിന്നാണ് വന്നത്, നമ്മൾ രണ്ടുപേരും എപ്പോൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് വന്നാലും ഇവൻ ഒന്നി പനി പിടിക്കും, ഇല്ലെങ്കിൽ ഇവൻ ബോധം കെട്ടി വീഴും, ഇവൻ എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവളവനെ നല്ലതുപോലെ ശുശ്രൂഷിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണാണെങ്കിൽ ചെറിയ ബോധം വന്നിട്ട് അവനാണെങ്കിൽ അവളെ പിടിച്ച് അടുത്തങ്ങ് കിടത്തും. ഇവിടെയായിട്ട് നമ്മളുടെ സോങ് ആയിരുന്നാലും ഇവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് അവസാനം നമ്മളുടെ ജൂൺ ആണെങ്കിൽ അങ്ങ് ഉറങ്ങിപ്പോവും. ഇവിടെയായിട്ട് നമ്മുടെ സോങ് ചോദിക്കുന്നത്, അല്ല നീ എൻ്റെ അടുത്തൊരു കാര്യം പറയണം, നിനക്ക് എന്നെയാണോ ഇഷ്ടം അതോ ആ പണ്ടത്തെ പെങ്കൊച്ചിനെയാണോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, സോങ് നീ നല്ലവളാ എന്നും പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ രണ്ടുപേരും അന്നത്തെ രാത്രി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ നമ്മളുടെ സോങ്ങിന്റെ അനിയനാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളെ കാണാത്തതിന്റെ പേരിൽ അവളെ കോൾ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് ആയിരുന്നാലും ജൂണിന്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവളുടെ അനിയൻ്റെ അടുത്ത് പറയും, ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു എന്ന്. എന്നാൽ അവൾ ഡയറക്റ്റ് വന്ന് പെടുന്നതേ അവളുടെ അനിയൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് കാണുന്നേ അവന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ നമ്മളുടെ സോങ്ങിൻ്റെ അടുത്ത് ഒരുപാട് ദേഷിക്കാനൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജേക്യോങ്ങിനെയാണ്. അവനിപ്പോൾ ബോധം വന്നതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എല്ലാം വന്നിരുന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ആക്സിഡന്റ് നടന്ന ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന്. എന്നാൽ നമ്മുടെ ജേക്യോങ് പറയുന്നതേ ഇല്ല, ആ സമയത്തുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാവൂ എന്ന്. അതേസമയം തന്നെ ജേക്യോങ്ങിന്റെ ചേട്ടൻ അറിയും. അതായത് ജേക്യോങ്ങിന്റെ ചേട്ടന്റെ ആ ഒരു ഡ്രൈവർ ഇല്ലേ, അയാളെ ആണെങ്കിൽ നമ്മളുടെ ജേക്യോങ് ആ ഒരു ടൈമിൽ കണ്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പോലീസുകാർക്കായിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ തെളിവ് കിട്ടുന്നതാ. അവർക്ക് മനസ്സിലാവും, അതായത് ജേക്യോങ്ങിന്റെ ചേട്ടന്റെ വൈഫില്ലേ, അതായത് എക്സ് വൈഫ്, അവരെ പറ്റിയാണ് നമ്മളുടെ യൂറയാണെങ്കിൽ ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കിടയിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന്. അങ്ങനെ അവർ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും. എന്നാൽ ഒരു മുകളിലത്തെ പോലീസുകാരൻ വന്നിട്ട് പറയും, നിങ്ങൾ ഇനി ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ട, ആ കേസ് ഇനി വേറൊരാൾക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മുടെ ജേക്യോങ്ങിന്റെ അച്ഛന്റെ കളിയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിന്റെ അനിയനാണെങ്കിൽ ജൂണിനെ വന്ന് കണ്ട് സംസാരിക്കുന്നതാണ്.
അവൻ ചോദിക്കും നിങ്ങൾക്ക് സോങ്ങിനെ ഇഷ്ടമാണോ എന്ന്. അവിടെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഒന്നും പറയത്തില്ല, ജസ്റ്റ് ചിരിച്ചുകൊണ്ടിരിക്കത്തതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ്ങിന്റെ അനിയൻ നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് ടെലസ്കോപ്പ് ഇരിക്കുന്നു. ഇത് കാണുന്നേയും അവന് ഒരുപാട് സന്തോഷമാവും. അവൻ വേഗം തന്നെ വന്നിട്ട് അതിൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ ആയിരുന്നാലും വന്നിട്ട് അവൻ ക്ലിക്ക് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ കാണുന്ന സോങ്ങിന്റെ അനിയനാണെങ്കിൽ നല്ല ഫ്ലാറ്റ് ആവും. ഇവനാണെങ്കിൽ ഇതിനകത്തൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളുടെ ജൂണും സോങ്ങിന്റെ അനിയനും നല്ല കൂട്ടാവാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോങ് ആണെങ്കിൽ നേരെ ജേക്യോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവൾ അവനെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ ജേക്യോങ് പറയും നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ എന്നൊക്കെ ചോദിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും നീ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ എനിക്കാണെങ്കിൽ ഇതുവരെ നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെയായിട്ട് ജേക്യോങ് പറയും ഒരുപക്ഷെ ഞാൻ നിന്നെ രക്ഷിച്ചതിൻ്റെ പേരിൽ നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം വല്ലതും തോന്നിയാലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് എന്ന് പറയും. എന്നാൽ നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും ഇല്ല എനിക്ക് ഇപ്പോഴും ജൂണിനെ തന്നെയാണ് ഇഷ്ടം. ഇവിടെയായിട്ട് നമ്മളുടെ ജേക്യോങ്ങിന് വിഷമമാവുമെങ്കിലും അവൻ പറയും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്, നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും എനിക്കൊരു വിഷുണ്ട് അത് പൂർത്തിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അവൻ കയ്യിലായിട്ട് ജസ്റ്റ് ഒരു സൈൻ ചെയ്തിട്ട് അവളുടെ നെറ്റിയിലായിട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഇത് ഡീലാണേ, നിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തറ്റം വരെ പോകാനും റെഡിയാണ്, ഞാൻ നിന്നെ ഏത് വിധേനയും സഹായിക്കാൻ റെഡിയാണ് എന്നൊക്കെ നമ്മുടെ ജേക്യോങ് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജേക്യോങ്ങിന്റെ ചേട്ടൻ അവിടെ വരുന്നതാ. അവനവന്റെ ചേട്ടനോട്ടിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ജേക്യോങ്ങിന്റെ ചേട്ടനായിരുന്നാലും അവൻ്റെ അടുത്ത് ചോദിക്കും സോങ് വന്നിട്ട് നിന്റെ അടുത്ത് എന്താണ് സംസാരിച്ചത് എന്ന്. അപ്പോൾ നമ്മളുടെ ജേക്യോങ് പറയും അത് അവൾക്ക് യുറേനെ ഒട്ടും ഇഷ്ടമല്ല, അവൾക്ക് അവളുടെ അടുത്ത് നല്ല ജലസ് ഉണ്ടായിരുന്നു, ഇതൊക്കെയാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവൻ നല്ലതുപോലെ അഭിനയിക്കും. അതായത് ഇവന് ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സോങ് വീട്ടിൽ വരാൻ നേരത്ത് അവളുടെ അനിയനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ജൂണിനെ പറ്റി ഒരുപാട് പൊക്കി പറയുന്നതാണ്. അവൻ പറയും ജൂൺ നല്ലൊരാളാണ്, അവന് സ്റ്റാർസിനെ ഒരുപാട് ഇഷ്ടമാണ്, അവൻ സ്റ്റാർസിനെ നോക്കാറുമുണ്ട്, എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ് അവിടെ പറയും അവൻ സ്റ്റാർസിനെ നോക്കുക മാത്രമല്ല അവൻ സ്റ്റാർസിന്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിന്റെ അനിയനൊന്നും മനസ്സിലാവത്തില്ല. അവൻ ചോദിക്കും നീ എന്തോ പറഞ്ഞത്, എന്നാൽ നമ്മുടെ സോങ് ആണെങ്കിൽ വേറൊന്നും പറയാൻ റെഡി ആവത്തില്ല. അവൾ അങ്ങനെ ബാൽക്കണിയിലായിട്ട് വന്നിട്ട് നമ്മുടെ ജൂണിന്റെ പേര് പിതുക്കെ ഒന്ന് വിളിക്കും. ജൂൺ പെട്ടെന്ന് തന്നെ ബാൽക്കണിയിലോട് പുറത്തിറങ്ങി വരും. ഉടനെ തന്നെ നമ്മളുടെ സോങ് അവിടെ പറയും ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, നിനക്ക് ഞാൻ എത്ര പതുക്കെ വിളിച്ചാലും കേൾക്കാൻ പറ്റുമോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജൂൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറിപ്പോവും. നമ്മുടെ സോങ് ആയിരുന്നാൽ അവനെ വിളിക്കാൻ വരുന്നേയും തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ നല്ല ഷോക്കായി പോവും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ സോങ് ആണെങ്കിൽ ചോദിക്കും അല്ല നിന്റെ കൂടെയുള്ള ആ ഒരു ഫ്രണ്ടില്ലേ അവന് ഏലിയൻ തന്നെയാണോ? അപ്പൊ നമ്മളുടെ ജൂൺ പറയും അല്ല അല്ല അവ സാധാരണ മനുഷ്യനാണ്, അവൻ ഈ ലോകത്ത് വേറെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ അവന്റെ കൂടെ ഉള്ളത് എന്ന്. അവൻ എനിക്ക് ഏകദേശം എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്, എന്നെ കെയർ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ പറയും ഞങ്ങളുടെ ലോകത്തിലെ ആൾക്കാരൊന്നും പെട്ടെന്നൊന്നും വയസ്സാവത്തൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരുപാട് ആയുസുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ് ഭയങ്കര ടെൻഷനാവും. അവൾ പറയും നീ വേറൊന്നും പറയണ്ട, അതിൻ്റെ അർത്ഥം ഞാൻ പെട്ടെന്ന് വയസ്സായി പോകുന്നല്ലേ. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് അകത്തോട്ട് പോയിട്ട് ടി വിക്കകത്ത് ഓരോന്നൊക്കെ കാണുകയും അവൾ ഫേസ് മാസ്ക് ഇടുകയും അതേപോലെ ടി വിയിൽ കാണുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അവൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജൂണിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട് വരുന്നതാണ്. അയാൾ പറയാൻ തുടങ്ങും നിങ്ങൾക്ക് ഇനി ഈ ഭൂമിയിൽ 1 മാസം മാത്രമല്ലേ സമയമുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവനെ നോക്കിയിട്ട് കൈ ഇങ്ങനെ പൊത്തി കാണിക്കും. എന്നിട്ട് എഴുതി കാണിക്കും നിങ്ങളുടെ ബാഗിലായിട്ട് ആരോ മൈക്ക് വെച്ചിട്ടുണ്ടോ, അതുകൊണ്ട് ഒന്നും മിണ്ടരുത് എന്ന്. അവൻ എവിടെയായിട്ട് പറയും ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടാൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ ജൂൺ അവിടെ ഉറക്കെ പറയും യൂറയുടെ കേസിലെ എല്ലാ കുറ്റങ്ങളും ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്, ഞാൻ അതെല്ലാം പോലീസിനടുത്ത് കൺഫസ് ചെയ്യാൻ പോകുക എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജേക്യോങ്ങിനെയാണ്. അവനാണെങ്കിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറയും എനിക്ക് സോങ്ങിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞ് അവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ട് ഇറങ്ങും. എന്നിട്ട് അവൻ നേരെ ടാക്സി വിളിച്ച് വരുന്നത് ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തായിട്ടാണ്. എന്നിട്ട് അവൻ അവിടെ വന്നിട്ട് അന്വേഷിക്കാൻ തുടങ്ങും നമ്മളുടെ സോങ്ങിന് അപകടം പറ്റിയ ആ ഒരു സംഭവം വീണില്ലേ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. എന്നിട്ട് അന്ന് വർക്ക് ചെയ്ത ആൾക്കാരുടെ എല്ലാ ലിസ്റ്റും എടുക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവളിലെ കൊച്ചു കുട്ടികളെ പോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ ജൂണും സോങ്ങിൻ്റെ അനിയനും പറയും ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന രണ്ടുപേരോട് ഒരുമിച്ച് ആ ഒരു ലൊക്കേഷനിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് പറയും ആക്ഷൻ സീനെല്ലാം നീ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ വെക്കുന്നതായിരിക്കും നല്ലത്, നീ വെറുതെ ചെയ്ത് കഷ്ടപ്പെടണ്ട എന്ന്. ഇത് കേൾക്കുന്നേ സോങ് പറയും ഓ നിനക്ക് എന്നെ പറ്റി എന്ത് കെയർ ആണല്ലേ. അങ്ങനെ ഇവരാണെങ്കിൽ സെറ്റിലെത്തുന്നതും അവിടെയായിട്ട് നമ്മളുടെ സിമി ഉണ്ടായിരുന്നു. അവൾ ജൂണിനെ കാണുന്നതും ചോദിക്കും നീ ഇവിടെ
ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ നമ്മളുടെ ജൂൺ പറയും ഞാനാണ് അവളുടെ ഇപ്പോഴത്തെ മാനേജർ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെയും അതേപോലെ സിമിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സിമി ആയിരുന്നാലും നമ്മളുടെ സോങ്ങിനെ പറ്റി ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. അവൾ നല്ലതുപോലെ കിടന്ന് അഭിനയിക്കാനും തുടങ്ങും. എന്നിട്ട് അവൾ നമ്മളുടെ സോങ്ങിൻ്റെ പേരിലിരുന്ന് ചിരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ് അവിടെ നിൽക്കുമ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവളുടെ ഷോ ആണെങ്കിൽ ക്യാൻസൽ ആക്കി എന്ന് പറയുന്നതാ. അപ്പോൾ നമ്മുടെ സോങ് ചോദിക്കും അല്ല നിങ്ങളത് നേരത്തെ പറയാൻ എന്താ? അപ്പോൾ അവർ പറയും അത് ഞങ്ങൾ മറന്നുപോയി എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ജൂണിന് കേൾക്കാൻ പറ്റും ഇവന്മാരെല്ലാം മാറി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. സോങ് പണ്ടൊക്കെ അവളുടെ ഇഷ്ടത്തിന് ഇങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്കെല്ലാവർക്കും റിവെഞ്ച് എടുക്കാനുള്ള സമയമാ എന്ന്. അതേപോലെ തന്നെ ഈ ഡയറക്ടേഴ്സ് നമ്മുടെ സോങ്ങിനെ കൊണ്ട് ഒരു ഷൂട്ടിംഗ് സീൻ തന്നെ ഒരുപാട് തവണയായിട്ട് ടേക്ക് എടുപ്പിക്കും. അവളെ കൊണ്ട് നല്ലതുപോലെ പണിയെടുപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് അവരൊക്കെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്നത് നമ്മുടെ ജൂണിന് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ വേഗം തന്നെ അവിടെയുള്ള ഡയറക്ടറിനെ അവിടെയുള്ളൊരു കുഴിയിലായിട്ടങ്ങ് തള്ളിയിടും. അത് കഴിഞ്ഞ് രാത്രിയാവുന്നതും അവിടെയുള്ള എല്ലാവരും ഇരുന്നിട്ട് കാർഡ്സ് ഒക്കെ കളിക്കാൻ തുടങ്ങും. ഇവിടെ ഏറ്റവും കൂടുതൽ ജയിക്കുന്നത് നമ്മുടെ സോങ് ആണ്. കാര്യം എന്തുവാ, നമ്മളുടെ ജൂൺ ആണെങ്കിൽ സമയം നിർത്തി വെച്ചിട്ട് ഇവളെ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി രാത്രി നല്ലതുപോലെ എൻജോയ് ചെയ്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടെ നമ്മളുടെ സോങ് പറയും നമ്മൾ മീറ്റ് ചെയ്തിട്ട് 100 ദിവസം ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ ആഘോഷിക്കണം. നീ എനിക്ക് വേണ്ടി ഡ്രസ്സും റിങ്ങും ബൊക്കെയും ഒക്കെ ആയിട്ട് വരണം. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജൂണിനാണെങ്കിൽ അത്ര സന്തോഷമൊന്നും ഇല്ലായിരുന്നു. അവൻ എന്തോ കാര്യത്തിൽ നല്ല വിഷമിച്ചിരിക്കുന്നതായിട്ട് നമ്മളുടെ സോങ്ങിന് ഫീൽ ചെയ്യും. അവൾ ചോദിക്കും ഇപ്പം എന്തുവാ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂണാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു മാസം കൊണ്ട് തന്നെ ചെയ്തു തീർത്താലോ? അപ്പം നമ്മളുടെ സോങ് ചോദിക്കും അതെന്തിനാ, ഞാൻ നിൻ്റെ കൂടെ ഒരുപാട് പ്ലാൻ വെച്ചിട്ടുണ്ട്. 1000 ദിവസം ആകുമ്പോൾ നമുക്ക് യൂറോപ്പിൽ ട്രിപ്പ് പോകണം, അങ്ങനെയൊക്കെ എനിക്ക് പ്ലാൻ ഉണ്ട് എന്നൊക്കെ നമ്മളുടെ സോങ് പറയും. അപ്പോൾ നമ്മളുടെ ജൂൺ ഭയങ്കര ഇമോഷണലായിട്ട് അവളുടെ അടുത്ത് പറയും ഞാൻ ഇവിടുന്ന് പോകാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ ചോദിക്കും നീ എവിടോട്ട് പോകാൻ പോവുക എന്ന്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളുടെ ജൂൺ പറയും ഞാൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് എനിക്ക് തിരിച്ചു പോവേണ്ടതായിട്ടുണ്ട്, പോവാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഈ ഒരു മാസത്തിനുള്ളിൽ അവിടേക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ്ങും ഭയങ്കര ഇമോഷണലാവും, ഇവനും നല്ല ഇമോഷണലാവും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.